ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും വീടുകളിൽ പെരുമഴയുടെ ദുരിതം പേറി മുനിയംകുന്നിലെ 20ഓളം കുടുംബങ്ങൾ. This news is brought to you by പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ഉരുൾപൊട്ടലും പേമാരിയും തീർത്ത ദുരിതത്തിൽ മലയോര മേഖല ഏറെ പ്രയാസപ്പെടുകയാണ്. ഈസ്റ്റളരി പഞ്ചായത്തിലെ മുനിയംകുന്നിൽ 20ഓളം വീടുകളാണ് വെള്ളത്തിൽ അകപ്പെട്ടത്. വീട് മുഴുവനും വെള്ളം കയറി വീട്ടുപകരണങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും കുട്ടികളുടെ പഠനോപകരണങ്ങളും മുഴുവനായി നശിച്ചു. ഏറ്റവും കൂടുതൽ ദുരിതം നേരിട്ട ഷാജി, ചന്തല, CB ശശി തുടങ്ങിയവരുടെ വീടുകളിൽ പൂർണ്ണമായും വെള്ളം കയറി ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത്. 3 മണി മുതൽ വെള്ളം വരാൻ തുടങ്ങി. 3 മണി പക്ഷേ എല്ലാം പെട്ടെന്നാണ് വെള്ളം വന്നു കഴിഞ്ഞു. അങ്ങനെ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു സാധനം എടുത്തു വെക്കാൻ കഴിഞ്ഞിട്ടില്ല. പെട്ടെന്ന് വരുന്നതാണ് വന്നത്. പിന്നെ അവരെ പഠനോപകരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. മറ്റ് ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം ഒന്നും വെക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഏറ്റവും വലിയ വിഷമം കുടിവെള്ളം പൊട്ടിപ്പോയതാണ്. പിന്നെ വെക്കാൻ ഫ്ലാറ്റിൽ പോയി കുട്ടികളുടെ ലാപ്ടോപ്പൊക്കെ ഉള്ള പഠനമൊക്കെ എല്ലാം മറ്റുള്ള ഇന്നലെ താമസിച്ച് അടുത്ത അയൽവക്കത്തെ വീട്ടിൽ അവർ എൻ്റെ സംവിധാനങ്ങൾ ഉണ്ടാക്കി തന്നിട്ട് അവരുണ്ടാക്കി. പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും രാത്രി 10 മണിയാകുമ്പോഴേക്കെല്ലാം കിട്ടി. അതെന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റുള്ള പല ദുരന്ത മേഖലകളിൽ പോയതുകൊണ്ട് താമസിച്ചാന്ന് മെമ്പർമാർ പറഞ്ഞു. അതിൻ്റെ പരമായിട്ട് അവർ ചെയ്തു തരാനുള്ള സഹായങ്ങളൊക്കെ പഞ്ചായത്ത് ചെയ്തു വെച്ചത്. ഇന്നിപ്പോൾ രാവിലെ നമ്മുടെ യുവസംഘടനകളായ യൂത്ത് കോൺഗ്രസ്സുകാരും DYFIക്കാരും സജീവമായി നമ്മളെ സഹായിച്ചു. രാവിലെ വന്ന് വീട് സന്ദർശിച്ചിരുന്നു. സന്ദർശിച്ച് അദ്ദേഹം റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്, ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശാശ്വത പരിഹാരം ആക്കി തന്നിട്ടില്ലെങ്കിൽ എല്ലാ കാലത്തും ഇപ്പം തുടർച്ചയായി വലിയ ദുരന്തം വന്ന് അന്ന് മുതൽ ഇങ്ങോട്ട് ഇവിടെ ഈ ഒരു പ്രശ്നം വെള്ളപ്പൊക്കം കയറിക്കൊണ്ടിരിക്കുന്നു. ഇന്നലത്തെ ഇത് പറഞ്ഞാൽ നിർഭാഗ്യവശാൽ ഉരുൾപൊട്ടൽ കൊണ്ടാണ് ഗവൺമെൻറ്റിനോ പഞ്ചായത്തിനോ ജനപ്രതിനിധികൾക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ലാത്ത കാര്യം ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഈ ശാശ്വതമായ പരിഹാരം ഞാൻ ഈ പുഴയിലത്തൊക്കെ താമസിക്കുന്നത്. നമുക്ക് ഈ ശാശ്വതമായ പരിഹാരം പോകണമെങ്കിൽ പുഴയ്ക്ക് സൈഡിൽ വെട്ടി സംരക്ഷിക്കാൻ മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. പുഴയിലെ വെള്ളത്തിന് പുഴയിലേക്ക് നിയന്ത്രിച്ച് വിടാൻ കഴിയുമെങ്കിൽ മാത്രമേ ഈ പുഴയിലെ വെള്ളം കയറ്റം ഞങ്ങൾക്ക് ഒഴിവാക്കി കിട്ടും. അല്ലെങ്കിൽ വർഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞാൻ ഏകദേശം 1.5 ലക്ഷം രൂപയുടെ നഷ്ടം വന്നു. കഴിഞ്ഞ മുമ്പത്തെ വർഷം. ഈ പ്രാവശ്യം എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിൽ ഏകദേശം 2 ലക്ഷം രൂപയുടെ നഷ്ടമൊക്കെ എനിക്ക് സ്വന്തമായി കാണുന്നുണ്ട്. അത് പറഞ്ഞ പോലെ എൻ്റെ അയൽപക്ക വീടുകളിലെല്ലാം ഇതന്നെ അവസ്ഥയാണ്. ഞങ്ങൾ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഉപയോഗിക്കുന്ന മുഴുവൻ സാധനങ്ങളും പോയി. മൊബൈൽ ഫോൺ മാത്രമേ ഞങ്ങൾ കഴിഞ്ഞു. ഉടുക്കാനുള്ള വസ്ത്രം പോലും ഞങ്ങൾക്ക് എടുത്തു വെക്കാൻ കഴിഞ്ഞു. ഇന്നലെ ആ 3 മണിക്കിട്ട വസ്ത്രമാണ് ഞങ്ങളുടെ ശരീരത്തിലുള്ളത്. പ്രദേശത്തെ യുവാക്കളും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് വീടുകൾ ശുചീകരിച്ചത്. വീടും കിണറും വെള്ളം കയറിയതോടെ കുടിവെള്ളം പോലും ഇല്ലാത്ത സ്ഥിതിയായി. ഈസ്റ്റളേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസഫ് മുത്തോലി, പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, വില്ലേജ് ഓഫീസർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇന്നലെയുണ്ടായ ഉരുൾപൊട്ടലിലും കനത്ത പേമാരിയിലും ചെറുപുഴ പുഴ കവിഞ്ഞൊഴുകി, അരീക്കോട് പുഴ കവിഞ്ഞൊഴുകി മുനിയംകുന്ന് ഭാഗത്തെ ഏതാണ്ട് 20ഓളം വീടുകളിൽ വെള്ളം കയറുകയും വീട്ടു സാധനങ്ങളും അതോടൊപ്പം കിണറുകളും ഒക്കെ മലിനസമാവുകയും ചെയ്തൊരു സംഭവമുണ്ട്. 20ഓളം വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരും ആരോഗ്യ പ്രവർത്തകരും പൊതുജനങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ ഒക്കെ നേതൃത്വത്തിൽ എല്ലാവരും ചേർന്നുകൊണ്ട് ക്ലീനിംഗ് പ്രവൃത്തി നടക്കുകയാണ്. വില്ലേജ് ഓഫീസറടക്കമുള്ള ആളുകൾ സ്ഥലത്തുണ്ട്. വേണ്ട MP സ്ഥലം സന്ദർശിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീവ്ര യജ്ഞ പരിപാടി എന്ന നിലയിൽ 100ഓളം പേർ ഇവിടെ ക്ലീനിംഗ് പരിപാടികളായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഫർണിച്ചറുകൾ, അതുപോലെ ഗൃഹോപകരണങ്ങൾ മുഴുവൻ നശിച്ച അവസ്ഥയിലാണുള്ളത്. മോട്ടറുകൾ എല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. അതുപോലെ കുടിവെള്ള സോഴ്സായിട്ടുള്ള കിണറുകൾ എല്ലാം തന്നെ മലിനമാക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 10-20ഓളം വീടുകൾ ഭാഗികമായും പൂർണ്ണമായിട്ടും വെള്ളത്തിനായ അവസ്ഥയിലാണുള്ളത്. അതിൽ ഇപ്പോൾ ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്ലീനിങ് വർക്കുകൾ നടക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇത് പെട്ടെന്ന് ഉണങ്ങാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. എത്രയും പെട്ടെന്ന് ഇവർക്ക് അടിയന്തരമായിട്ടുള്ള ചില സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തും അതുപോലെ തന്നെ വിവിധ വകുപ്പുകളും കൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ നന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മുടെ കാര്യങ്കോട് പുഴ, ദേവസ്വനി പുഴയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഈ നല്ലോമ്പുഴയിൽ നിന്ന് ഒഴുകി വരുന്ന തോടും ഈ പുഴയും കൂടെ ഒന്നാകുന്നൊരു സാഹചര്യമുണ്ട്. ഏറ്റവും ഒരു ഭീതിതമായ ഒരു അന്തരീക്ഷമായിരുന്നു ഇന്നലെ. ആ ഒരു വെള്ളം ഘട്ടത്തിലെ മഴ നിന്നില്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു 10-12 വീട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നില പൂർണ്ണമായിട്ട് അടിയിലായെന്ന് മാത്രമല്ല ഈ പുഴയും തോടും കൂടെ യോജിക്കുമ്പോൾ ഒരു ദ്വീപിൻ്റെ അവസ്ഥ, എങ്ങോട്ട് ഒഴിഞ്ഞു പോകാൻ പറ്റാത്തൊരു സാഹചര്യം. അതേതായാലും ഭാഗ്യത്തിന് ആ
മഴ നിന്നതുകൊണ്ട് വെള്ളം കുറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടാണ്, അല്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവുമായിരുന്നു. ഇത് റൗണ്ട് ചെയ്ത് വെള്ളം പോകും. ഈ അപ്പുറത്തെ ഇപ്പുറത്തെ തോട്ടിലെ വെള്ളം കയറുമ്പോൾ 2 റൗണ്ട് ചെയ്ത് ഇത് ദ്വീപിനകത്ത് പെട്ട പോലെയാവും. പിന്നെ എങ്ങോട്ട് പോകാൻ കഴിയും? ആ അവസ്ഥയില്ല. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.